ഹായ്. ബ്രൗണി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ക്രിങ്കിൾ ടോപ്പ് വരുന്നില്ല, അതല്ലെങ്കിൽ ആ ഒരു ഫഡ്ജി ടെക്സ്ചർ കിട്ടുന്നില്ല, അതല്ലെങ്കിൽ സൈഡൊക്കെ ഹാർഡായി പോവാണ്, സെന്റർ ഭാഗം കുക്ക് ആവാതിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു കേക്ക് ടെക്സ്ചറിലേക്ക് ബ്രൗണി ടെക്സ്ചർ മാറിപ്പോവാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഒരു ഹോം ബേക്കർ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് എൻക്വയറി നടത്തുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ബ്രൗണി സെയിൽ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടാവും. ആക്ച്വലി നിങ്ങൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ റെസിപ്പിയിൽ കറക്റ്റ് ആവാത്തത് കൊണ്ടാണ്. നമ്മൾ ചോക്ലേറ്റ് ബട്ടറൊക്കെ കറക്റ്റ് കോമ്പിനേഷനിൽ ആയി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫഡ്ജി ടെക്സ്ചർ, അതുപോലെ തന്നെ ആ ക്രിങ്കിൾ ടോപ്പ് ഒക്കെ നമുക്ക് വരുന്നത് കേട്ടോ. ഹായ്, ഞാൻ ഡാലിയ ഷബീർ. ഞാനൊരു ഹോം ബേക്കിംഗ് കോച്ചാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ബ്രൗണീസ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഹോം ബേക്കേഴ്സിന് വേണ്ടി ഞാനൊരു ബ്രൗണീസിന്റെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഒരു 6 തരം വെറൈറ്റി ഓഫ് ബ്രൗണീസ് ആയിരിക്കും മെയിൻ ആയിട്ട് നമുക്ക് കോഴ്സുകളായിട്ട് അതിനകത്ത് വരുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് നമുക്കൊരു ക്ലാസിക് ഫഡ്ജി ബ്രൗണി വരുന്നുണ്ടാവും. ഒരു ബ്രൗണിയുടെ ബേസ് ആണ് ക്ലാസിക് ഫഡ്ജി ബ്രൗണി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എഗ്ലെസ് ബ്രൗണി ഉണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും എഗ്ലെസ് വേർഷൻ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ബേക്ക് ചെയ്യുകയാണെങ്കിലും എഗ്ലെസ് വേർഷൻ ഉണ്ടായാലാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എഗ്ലെസ് വേർഷൻ ബ്രൗണി എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ബ്രൗണി എങ്ങനെ ചെയ്യണം ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഒരു ചീസിന്റെ ഫ്ലേവർ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബ്രൗണി തന്നെയാണ് നമ്മുടെ ഈ റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ബ്രൗണി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്കൊരു ക്ലാസിക് ബ്ലൗണ്ടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സോൾട്ടഡ് കാരമൽ ചോക്ലേറ്റ് ബ്രൗണി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോൾട്ടഡ് കാരമൽ ചോക്ലേറ്റ് ബ്രൗണി എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് പൊതുവെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ഒരു വെസ്റ്റേൺ റെസിപ്പിക്കകത്ത് വരുന്നതാണ്. പൊതുവെ മധുരം അധികം ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ് ഈ സോൾട്ടഡ് കാരമൽ. ആ സോൾട്ടിന്റെ ടേസ്റ്റ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്രൗണിയും കൂടെയാണ് സോൾട്ടഡ് കാരമൽ ചോക്ലേറ്റ് ബ്രൗണി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്കൊരു ഐറിഷ് കോഫി ബ്രൗണി അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്ന് വെച്ചാൽ അധികം ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിരിക്കും ഐറിഷ് കോഫി ബ്രൗണി എന്ന് പറയുന്നത്, നട്ട്സിന്റെ ഒക്കെ കോമ്പിനേഷൻ വെച്ചിട്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റും. 6 തരം കോഴ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു 6 തരം കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ആഡ് ചെയ്യാൻ പറ്റുന്ന 6 തരം കോഴ്സുകളാണ് ഇത് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് തന്ന ഈ ഒരു 6 വെറൈറ്റി ഓഫ് കോഴ്സിൽ നിന്നും 20-ലധികം വെറൈറ്റീസ് നിങ്ങൾ എങ്ങനെ ചെയ്തെടുക്കണം, എന്തൊക്കെ ഫില്ലിങ്സ് നമ്മൾ കൊടുക്കണം, എങ്ങനെയാണ് നമ്മൾ ഓരോ പേരിൽ ഓരോ ബ്രൗണീസ് ആക്കി എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സെഷൻ ആയിരിക്കും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അതിനെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, ആ ഒരു ബ്രൗണീസ് നമ്മൾ എങ്ങനെ പാക്ക് ചെയ്യണം. ബ്രൗണി എന്ന് പറയുമ്പോൾ കൊറിയർ ആയിട്ടൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ അതിനെ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കാം, ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പഠിപ്പിച്ചു തരുന്ന 20ഓളം വെറൈറ്റി ഓഫ് ബ്രൗണീസ്, അതിന്റെ എല്ലാം പ്രൈസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഏത് പ്രൈസിലാണ് നിങ്ങളത് സെയിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു മാസത്തെ വാട്സാപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്തിട്ടുള്ള ബ്രൗണീസിന്റെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തിട്ട് അതിനുള്ള ഗൈഡൻസ് കിട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് ബ്രൗണീസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് കാണാനും പറ്റും. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏകദേശം ഒരു 4000 രൂപയോളം റേറ്റ് വരുന്ന കോഴ്സുകളാണ് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഓഫർ റേറ്റിന് ഈ ഒരു ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ ഓഫർ റേറ്റിനാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് അവര് നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് അവർ ചെയ്ത് കൊടുത്തിട്ടുള്ള ബ്രൗണീസ്, ഓർഡേഴ്സ് എടുത്തിട്ടുള്ളതും അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ബ്രൗണീസ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിൽ ബ്രൗണി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ആഗ്രഹിച്ച ആ ഒരു ടെക്സ്ചറിൽ, ആ ഒരു ഫഡ്ജി ടെക്സ്ചറിൽ കണ്ടോ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം ഫഡ്ജി ടെക്സ്ചറിലാണ് ആ ഒരു ബ്രൗണി വന്നിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ അതിന്റെ മുകളിലുള്ള ആ ഒരു ഷൈനിങ്, ആ ടെക്സ്ചർ, ആ ഒരു ക്രിങ്കിൾ ടോപ്പ് ഒക്കെ അതുപോലെ തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ബ്രൗണിയാണ്. അതുപോലെ ഡിസൈൻ ചെയ്തിട്ടാണെങ്കിലും നട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടും ഒരുപാട് വെറൈറ്റീസ് നമ്മൾ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് വർക്ക്ഷോപ്പിനകത്ത്. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോസ് ഇങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത്, നമ്മുടെ ബ്രൗണി വർക്ക്ഷോപ്പിന്റെ ഗ്രൂപ്പിനകത്ത് അവർ ഷെയർ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ഐറിഷ് കോഫി ബ്രൗണിയാണ് ഇപ്പോൾ ഈ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ബ്രൗണീസ് ഓരോരുത്തരും ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോസ് അയച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഇത് എന്ന് പറയുമ്പോൾ റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ബ്രൗണിയുടെ ആണ് ഈ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ ആണ് നമുക്ക് കഴിക്കാൻ. ആ ഒരു ചീസിന്റെ ടേസ്റ്റും ആ ഒരു റെഡ് വെൽവെറ്റ് ചോക്ലേറ്റിന്റെ ടേസ്റ്റും എല്ലാം കൂടെ വരുന്ന സമയത്ത് ഒരു അത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഡെസേർട്ട് തന്നെയാണ് നമ്മുടെ ഈ റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ബ്രൗണി എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ ഇതും അതെ, റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് ബ്രൗണിയാണ്. ക്ലാസിക് ഫഡ്ജ് ബ്രൗണി, അതുപോലെ തന്നെ ഐറിഷ് കോഫി ബ്രൗണി. ഐറിഷ് കോഫി ബ്രൗണി എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിൽ പൊതുവെ അവൈലബിൾ അല്ലാത്ത, ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ മാത്രം നമുക്ക് കിട്ടുന്ന ബ്രൗണീസിൽ വരുന്നതാണ്. ഇതൊക്കെ ഐറിഷ് കോഫി ബ്രൗണിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് അവര് ബ്രൗണീസ് നല്ല രീതിയിൽ സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മുകളിൽ പിസ്താഷ്യോ ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഒക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള ബ്രൗണീസ് ആണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ അല്ലേ, ആ ഒരു ഡിസൈൻ ചെയ്തതാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പാക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ഷൈനി ടെക്സ്ചർ, മുകളിൽ ആ ഒരു ക്രിങ്കിൾ ടോപ്പ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ ആയിരിക്കും അത് കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക.